ഇപ്പോ സുബ്ഹാനല്ലാഹ് കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുമ്പോ നമ്മളാ നിലമ്പൂർ ഭാഗത്തുള്ള മറ്റാളുണ്ടല്ലോ പാരാ മൂപ്പര് വലിയ അതബിൽ വെറും കാട്ടിക്കൂട്ടലിന്റെ ആശാന. ആരാണ് കാട്ടിക്കൂട്ടലിന്റെ ആശാനം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അന്റെ കോമാണ്ടിന്റെ അവസ്ഥ എനിക്കറിയില്ലേ? രാത്രി കുത്തുബിയത്തില്ലെന്നും പറഞ്ഞാണ്ട് ലൈറ്റൊക്കെ ഓഫാക്കിയാണ്ട് വല്ല പുറത്തു കൂടെ പോയാണ്ട് പായക്കണ്ടിയിൽ ഒളിച്ചുന്ന ആളല്ലേ. എന്നിട്ട് പിന്നെ വന്നാണ്ട് ഞാൻ മൊയ്തീൻ ഷെയ്ഖിൻ്റെ അടുത്ത് പോയി വരാണ്, ബഗ്ദാദിൽ പോയി വരാണ് പറഞ്ഞ് പാച്ച പറഞ്ഞ ആളല്ലേ, കയ്യോടെ പിടികൂടിയില്ലേ. ജാതി കാട്ടിക്കൂട്ടലിന്റെ ആശാനെ ദ്വാരക്കുമ്പോൾ പറഞ്ഞിട്ടില്ലേ ജി? ആരോ ലേറ്റ് ഇട്ടപ്പം എന്താ വിളിച്ചേ? പച്ച തോന്നിയാസം വിളിച്ച് കേട്ടില്ലേനോ? ഇവിടെ ഇങ്ങനെ നടക്കുമ്പം രാവിലെ തന്നെ ഉറങ്ങി നീച്ച് വരുമ്പോൾ അയലുമെന്ന് വീണ പുതപ്പ് മുഴുവൻ തോള് കൂടെ ഇട്ടാണ്ട് ആൾക്കാരെ പറ്റിച്ചും ചേച്ചിയെ കാട്ടിക്കൂട്ടിയാണ്ട് ഇവിടെ നിന്നാണ് പുറത്ത് പോയാലാണെങ്കിലോ അർദ്ധനഗ്നരായ മദാമകൾക്കിടയിലൂടെ തൊള്ളിയും കാട്ടി നടക്കാം. മറ്റേ ഞാൻ പറഞ്ഞില്ലേ, എവിടെ അവൻ്റെ തലകെട്ട്, എവിടെ അവൻ്റെ പുതപ്പൊക്കെ ഏതോ ഒരു തൊപ്പിയിട്ട് കാണാൻ നടക്കണേ. എന്താ അവൻ്റെ കോലം എന്നറിയാം. എന്നിട്ട് സ്വന്തം പെണ്ണിൻ്റെ ഔറത്ത് മറപ്പിക്കാതെ ഓൻ നടക്കണം. ഓൻ സോയിബൽ ബക്കറ്റ് പോയിട്ട് എന്തിനാ ചങ്ങായി ഓന്? ഒരു സാധാരണക്കാരൻ്റെ ഈമാൻ പോലും ഉണ്ട് ചങ്ങായി ഓന്. ഓനെ കാട്ടിക്കൂട്ടൽ ആദ്യം നോക്ക് ചെയ്യും എന്താ, എന്നിട്ട് ബാക്കിയുള്ളവരെ കാട്ടിക്കൂട്ടൽ നോക്കിയാൽ മതി. കേൾക്കുന്നതിൽ